മൂന്നാം കാലം നിർത്തുക അല്ലെങ്കിൽ കാലം ഇടുക എന്നൊക്കെ പറയും. ആ കാലം ഇടുന്നത് 24 അക്ഷരകാലത്തിലേക്കാണ്. 24 അക്ഷരകാലത്തിലേക്ക്. അപ്പം അതിന് ചെമ്പടവട്ടം കണക്കാക്കിയിട്ടാണ് സാധാരണ ഒരു മേളത്തിൻ്റെ കാലം. ചെമ്പടവട്ടം എന്ന് പറയുന്നത് 4 അക്ഷരത്തോട് കൂടിയിട്ടുള്ളതുണ്ട്, 2 അക്ഷരത്തോട് കൂടിയിട്ടുള്ളത്. ഇതാണ് ചെമ്പടവട്ടങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ചെമ്പടവട്ടങ്ങൾ കണക്കാക്കിയിട്ടാണ് കാലിടുക. അത് നമുക്ക് താളം പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യത്തെ ഒരു ഭാഗം, ഇതൊക്കെ ഓരോ ഡിവിഷനായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഒരു 8 അക്ഷരം, പിന്നത്തെ ഭാഗത്ത് 4 അക്ഷരം, പിന്നത്തെ ഭാഗത്ത് 4 അക്ഷരം, പിന്നത്തെ ഭാഗത്ത് 1.5 അക്ഷരം, പിന്നത്തെ ഭാഗത്ത് 6 അക്ഷരം. അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ടോട്ടൽ 24 അക്ഷരകാലമാണ്. അതിൽ ആദ്യത്തെ ഭാഗത്ത് വരുന്ന ആ താളം ഒഴിച്ച് ബാക്കി വരുന്നതായ ആ 2 അടുപ്പിച്ചുള്ള ഒരേ താളക്രമം, അതിനെയാണ് ചെമ്പടവട്ടം എന്ന് പറയുക. അപ്പോൾ ആ ചെമ്പടവട്ടം കണക്കാക്കി ഞാനിവിടെ മൂന്നാം കാലത്തിൻ്റെ കാലിടാം. നോക്കിക്കോളാം. എപ്പോഴും അതെ, മേളം തുടങ്ങുമ്പോൾ നേർകോലടിച്ചിട്ട് മേളം തുടങ്ങും. അതാണ് ന ന ന ധ ന ന ധ ധ ധ ധ ധ ന ന ന ധ ധ ധ ധ ധ ന ന ന ധ ധ ധ ധ ഈ നിലവിട്ട് അപ്പൊ നമ്മൾ കാലം നിരത്തിയിട്ട് ഒരു താളവട്ടമാണ് ഇവിടെ നമ്മൾ കൊട്ടിയത്. ഇങ്ങനെ താളവട്ടങ്ങൾ അത് നമ്മൾ നമുക്ക് ഒറ്റയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കണക്കാക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ നമ്മൾ കുഴലും കൂടി ചേരുമ്പോൾ കുഴല് ഊതുന്ന അവർ അത് താളവട്ടങ്ങൾ കണക്കാക്കിയിട്ടാണ് കുഴല് മിന്നിക്കുക. കലാശത്തിന് കുഴല് മിന്നിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ കുഴല് മിന്നിക്കുമ്പോൾ ഈ ഭാഗത്തേക്കായിട്ട് നമുക്ക് ആദ്യം ഒരു സൂചന തരും. ഒരു താളവട്ടത്തിൻ്റെ ഒരു അവസാന ഭാഗങ്ങളിലായിട്ട് നമുക്ക് സൂചന തരുകയാണ്. അല്ലെങ്കിൽ ആ കലാശത്തിൻ്റെ താളം കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് അവർ നമുക്കൊരു സൂചന തരും. എന്താ സൂചന തരുന്നത്? അടുത്ത താളവട്ടത്തിൽ നിങ്ങൾക്ക് കലാശം എടുക്കാറായി എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കലാശം എടുക്കണം. അപ്പം കലാശം കൊട്ടുമ്പോൾ എവിടുന്നാണ് കലാശം എടുക്കുക? സാധാരണ 16 അക്ഷരമാണ് കണക്ക്. 16 അക്ഷരം മുമ്പ് കലാശം എടുത്ത് തുടങ്ങണം. അപ്പോൾ നമ്മളുടെ കയ്യിൽ 24 അക്ഷരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 24 അക്ഷരത്തിൻ്റെ 8 അക്ഷരം കഴിഞ്ഞാൽ നമുക്ക് കലാശം തുടങ്ങാറായി. അതാണ് ഇവിടെ എൻ്റെ കണക്കിൽ വരിക. നോക്കുക. അപ്പോൾ നോക്കുക, ആദ്യത്തെ 8 അക്ഷരം എന്നുള്ളത് ആ 7 താളത്തിൻ്റെ അടി വരുന്ന ഒരു വീശും കൂടി കഴിഞ്ഞാൽ 8 അക്ഷരം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഡി 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 ഡീം ഡീം ഡീം. ഇനി കലാശം ഡീം 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 ഡീം
അങ്ങനെ നമ്മൾ 23 അടി തുടർച്ചയായിട്ട് ആ ആദ്യത്തെ 8 അക്ഷരം കഴിഞ്ഞാൽ 23 അടി തുടർച്ചയായിട്ട് പിടിക്കും. ആ തുടർച്ചയായിട്ട് പിടിച്ച് 24ാമത്തെ നമ്മൾ വിട്ടു. ഈ വിടുന്ന ആ ഭാഗം എന്നുള്ളത് ആദ്യത്തെ നമ്മൾ തുടങ്ങിയ ആ 8 അക്ഷരം കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അവിടെയാണ് എത്തിച്ചേരുക. അങ്ങനെയാണ് കലാശത്തിലാകെ കൂടി ആ 24 അക്ഷരം വരുന്നത്. അപ്പം ഇനി വരുന്നതായിട്ടുള്ള താളം ഇങ്ങനെയാണ് വരിക. ഈ കലാശം കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗം കഴിഞ്ഞ് അടുപ്പിച്ച് താളം പിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഭാഗം വരിക എന്നുള്ളത് ബാക്കിയുള്ള ആ താളവട്ടത്തിൽ നിൽക്കുന്ന 3 അടിയും പിന്നത്തെ ഒരു 3 അടിയും പിന്നത്തെ 1 അടി പിന്നത്തെ ഒരു 6 അടി ഇങ്ങനെയാണ് അതിൽ ബാക്കി നിൽക്കുക. വീണ്ടും ഒരു പുതിയ താളവട്ടം തുടങ്ങി. അതിങ്ങനെ സൈക്ലിംഗ് ആണ്. ഇത് സൈക്ലിംഗ് ആണ്. അപ്പോൾ 3-ാം കാലത്തിൻ്റെ നില കൊട്ടിയിട്ട് ആ ഇടക്കലാശം എടുക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനി ഇതിനെ ഒരു 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 ഘട്ടം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇത് ഒരു തക്കിട്ട കാലമാണ് ശരിക്കും. ഇതിൽ നിന്ന് നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ 3-ാം കാലത്തിൻ്റെ തന്നെ ഇതേ താളത്തിൽ തന്നെ അടുത്തൊരു ഘട്ടത്തിലേക്ക് മാറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനം അവനവൻ്റേതാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് എല്ലാവരുമായിട്ട് നമ്മളുടെ കൂടെയുള്ളവരൊക്കെ ആയിട്ട് ഇതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് അടുത്ത സ്റ്റേജിലേക്ക് വരിക. അതാണ് കുഴമറിഞ്ഞ കാലം. 3-ാം കാലത്തിൻ്റെ കുഴമറിഞ്ഞ കാലം. താളക്രമത്തിലോ കലാശത്തിലോ ഒന്നും യാതൊരു മാറ്റവും ഇല്ല. അതേ സ്ഥാനത്ത് നിന്ന് കലാശം എടുത്തിരിക്കണം. താളം അതേപോലെ തന്നെ പിടിച്ചിരിക്കണം. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ കലാശം എടുത്തിട്ട് അടുത്ത കുഴമറിഞ്ഞ കാലത്തിലേക്ക് നമ്മൾ മാറാനുള്ളത്. കലാശം അപ്പൊ ഇങ്ങനെ കുഴമറിഞ്ഞ കാലത്തിന്റെ ആ ഒരു താളവട്ടം കഴിഞ്ഞു. ഇനി കുഴമറിഞ്ഞ കാലത്തിന്റെ അതില് കലാശങ്ങൾ എടുക്കാറുണ്ട്. ആ കലാശം എടുക്കുന്നത് നോക്കിയോളൂ, ഇതേ സ്ഥാനത്ത് തന്നെയാണ് ആദ്യത്തെ 8 അക്ഷരം കഴിഞ്ഞാൽ കലാശത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ നോക്കിക്കോളൂ, ഇത് നേരിട്ട് കലാശം എടുക്കാം. കലാശം ഇങ്ങനെ അത് കലാശങ്ങൾ എടുത്തു കണക്കാക്കി കലാശങ്ങൾ എടുത്ത് അത് ഈ കാലത്തിൽ നിന്ന് അതായത് അടുത്ത കാലത്തിലേക്ക് മാറാൻ ഉള്ളൊരു സമയം ആവുക എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രുതകാലത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ വരുമ്പോ നോക്കിയോ ഇങ്ങനെ ഒരു
ദ്രുതകാലത്തിലേക്ക് കൊണ്ടുവച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കലാശക്ക് സാധാരണ പോലെ എടുത്തു പോകും. ഇങ്ങനെ ദ്രുതകാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ തീരുമാനിച്ച് കാലം അടുത്ത കാലത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. അങ്ങനെ അടുത്ത കാലത്തേക്ക് മാറുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ആ വരുന്നതായിട്ടുള്ള ആ 8 അക്ഷരത്തിലെ 5ാമത്തെ അടിയിൽ നിന്ന് നമ്മൾ കാലം മാറി 4ാമത്തെ കാലത്തേക്ക് മാറുന്നു. അപ്പം എങ്ങനെയായിട്ട് നോക്കുമോ? അത് നേരിട്ട് ഇതിപ്പോൾ തന്നെ കാലം മാറാം. അപ്പൊ നമ്മൾ മാറിയത് ഇപ്പൊ 12 അക്ഷരമുള്ള 4ാമത്തെ കാലത്തേക്ക് ആ 3ാം കാലം കലാശിക്കില്ലേ അതിന്റെ എന്നാണ് നമ്മൾ സാധാരണ, അതായത് ഇങ്ങനെയാണ് അതിൻ്റെ വായത്താരി വരിക. അപ്പം 4ാം കാലത്തിൻ്റെ ഈ 12 അക്ഷരം എന്നുള്ള അതിൻ്റെ താളക്രമം എങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആ 3 അടിയും ഒരു വീശും, അങ്ങനെ 4 അക്ഷരം. പിന്നത്തെ 1 അടി 1 വീശും, അപ്പോൾ 2 അക്ഷരം. പിന്നത്തെ 1 അടി 1 വീശും, 2 അക്ഷരം. പിന്നത്തെ ഒരു 3 അടി 1 വീശും, അങ്ങനെ 4 അക്ഷരം. അങ്ങനെ 12 അക്ഷരത്തിലാണ് അക്ഷരകാലത്തിലാണ് 4ാമത്തെ കാലം വരുന്നത്. അപ്പം നോക്കിയുള്ളൂ, താളം പിടിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ 2 അക്ഷരം അടഞ്ഞു കിട്ടണം, 3ാമത്തെ തുറന്നു വരണം. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ താളക്രമം വരിക. ഡി 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 ഡി. ഇവിടെ നമ്മൾ എല്ലാ കാലങ്ങളിലും, അതായത് പതികാലം ഒഴികെയുള്ള, പഞ്ചാരിയുടെ പതികാലം ഒഴികെയുള്ള എല്ലാ കാലങ്ങളിലും ഉരുളുകോൽ കലാശമുണ്ട്. ഈ ഉരുളുകോൽ കലാശം എന്നുള്ളത് 3ാം കാലം മുതൽക്ക് തുടങ്ങിയത് കൊണ്ട് ആ കാലത്തിൽ കൊട്ടാറില്ല. അതേസമയത്ത് 2ാം കാലം മുതൽക്കാണ് മേളം തുടങ്ങിയത്, 3ാം കാലത്തിൽ കൊട്ടാറുണ്ട്. പതികാലം മുതൽക്ക് തുടങ്ങിയാൽ 2ാം കാലത്തിൽ കൊട്ടാറുണ്ട്, 3ാം കാലത്തിൽ കൊട്ടാറുണ്ട്, 4ാമത്തെ കാലത്തിൽ തൊട്ട് 5ൽ കിട്ടും. അപ്പൊ തുടങ്ങിയ ഏത് കാലമാണോ ആ കാലത്തിൽ സാധാരണ ഉരുളുകോൽ കൊട്ടാറില്ല. അപ്പൊ അതിന്റെ അടുത്ത ഒരു കാലം വരുമ്പോൾ ആ കാലത്തിൽ 2 ഉരുളുകോൽ കിട്ടും. ഏത് മേളത്തിൽ നിന്ന് ഏത് കാലത്തിൽ നിന്ന് തുടങ്ങിയാലും 2ാം കാലം തുടങ്ങി കഴിഞ്ഞാൽ 3ാം കാലത്തിൽ 2 ഉരുളുകോൽ എടുക്കുക. അതായത് നമ്മൾ തുടങ്ങിയിട്ടുള്ള 2ാമത്തെ കാലം ഏതാണോ, തുടങ്ങിയിട്ടുള്ള 2ാമത്തെ കാലം ഏതാണോ അതിൽ 2 ഉരുളുകോൽ എടുക്കും. അതിൻ്റെ മുമ്പ് അത് കഴിഞ്ഞിട്ടുള്ള കാലത്തിൽ 3 ഉരുളുകോൽ എടുക്കും. അത് കഴിഞ്ഞിട്ടുള്ള കാലത്തിൽ അങ്ങനെ നമ്മൾ അങ്ങനെയാണ് സാധാരണ. അല്ലാണ്ട് 2ാം കാലത്തിൽ 2 തുടങ്ങി നമ്മൾ അതിൽ ഉരുളുകോൽ എടുക്കാറില്ല. 3ാം കാലത്തിൽ 3 ഉരുളുകോലല്ല എടുക്കുക, 2 ഉരുളുകോല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള 2ാമത്തെ കാലം ഏതാണ്, തുടങ്ങിയ 2ാമത്തെ കാലം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ 2ാമത്തെ കാലം എന്നുള്ളത് 3ാമത്തെ കാലം ആക്കിയിരിക്കും.
പതികാലം മുഴുക്ക് തുടങ്ങിയ രണ്ടാമത്തെ കാലത്തിൽ 2 ഉരുളൂർ എടുക്കാം. അതാണ് രണ്ടാമത്തെ കാലം. മൂന്നാമത്തെ കാലത്തിൽ 3 ഉരുളൂർ എടുക്കും. നാലാമത്തെ കാലത്തിൽ 4 എണ്ണം, അഞ്ചാമത്തേൽ 5 എണ്ണം, ഇങ്ങനെയൊക്കെ ആയിട്ട് എടുത്ത് പോകാറുണ്ട്. അപ്പോൾ ഇതിന് നിബന്ധനകളായിട്ടൊന്നും പറയണില്ല. എന്നാൽ അങ്ങനെയാണ് നടപ്പിലുള്ളത്. അതാണ് ശരി. അത് അഞ്ചാം കാലത്തിൽ ചിലപ്പോൾ 5, 6, 7 ഒക്കെ എടുക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അത് സമയം കൂടി നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. സാധാരണ ഈ ഒരു ക്രമത്തിൽ കൂടിയാണ് പോകാറ്. അങ്ങനെ നാലാമത്തെ കാലത്തേക്ക് നമ്മൾ കിടന്നു. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് ഉരുളുപോലെ എടുക്കുക. ഉരുളുപോലെ എടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ടുള്ള ഒരു രീതി ഞാൻ പറയാണ്. നമുക്ക് താളം എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ നമ്മൾ മേളം കൊട്ടുകയാണ്. മേളം കൊട്ടുമ്പോൾ അതിൻ്റെ ആ നാലാമത്തെ കാലത്തിൽ ഉരുളുപോലെ എടുക്കുക. എങ്ങനെയാണ്? ബി 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 ഇങ്ങനെയാണ് അതിന്റെ നാലാമത്തെ കാലത്തിന്റെ ഉൾപ്പെടുന്നത്. അപ്പോ മറ്റേ പകുതി 8 കഷ്ണം അവസാനിച്ചു. അതിന്റെ 4 കഷ്ണം ആയതുകൊണ്ട് മറ്റേ 4-ന് ആദ്യത്തെ കഷ്ണം 4 പോയി. പിന്നെ ബാക്കി കഷ്ണം പിടിച്ചു. ഇങ്ങനെയാണ് അത് ഉരുളുപോലെ എടുത്ത് പോകുന്നത്. ഇനി അതിൻ്റെ ഉള്ളില് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എവിടെയാണ് കലാശം എടുക്കുക എന്നുള്ളത്. അതായത് അവസാനത്തെ ആ 3 അടിയുടെ അവിടുന്ന് കൂട്ടിപ്പിടിച്ച് കലാശം എടുക്കുന്നത്. അപ്പൊ ഉരുളുപോലെ കലാശം എടുത്ത സ്ഥലം അത് തന്നെയാണ്. അതേ സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ, അതായത് നമുക്ക് കൂട്ടിപ്പിടിക്കുമ്പോൾ ഈ 16 അക്ഷരവും ഈ 3 അക്ഷരം കൂടി 19 അക്ഷരം നമ്മൾ പിടിക്കേണ്ടി വരും. ഒരെണ്ണം വിടുക, അങ്ങനെ 20 അക്ഷരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇടക്കലാശമായിട്ട് എടുക്കുമ്പോൾ അവിടെയും ഇതേപോലെ തന്നെയാണ്. തുടക്കത്തിലെ ആദ്യം 3 അടി കഴിഞ്ഞു, പിന്നത്തെ 1 അടി കഴിഞ്ഞു, പിന്നത്തെ 1 അടി കഴിഞ്ഞു, പിന്നത്തെ 3 അടിയുടെ അവിടെ നിന്ന് കൂട്ടിപ്പിടിച്ച് കലാശം. അപ്പം നോക്കിക്കോളൂ കലാശം എടുക്കുന്നത്. ബി 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 കലാശം. ബി 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 ഇങ്ങനെ അത് തുടർച്ചയായിട്ട് പോയിട്ട് ഇപ്പൊ 4-ാം കാലത്തിന്റെ ഇടക്കലാശം ഇങ്ങനെ കൂട്ടി. ഇനി അത് കഴിഞ്ഞ് അതിൻ്റെ കുറച്ചും കൂടി ഓരോ കലാശങ്ങളെടുത്ത് കാലം കുറച്ച് ഗതിയൊക്കെ മാറി കുറച്ചും കൂടി
ആ ഒരു കുഴ മറിയാന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ അത് കുഴ മറിച്ച് അതിനെ മാറ്റിയിട്ട് ഈ തക്കിട്ട കാലം എന്നുള്ളതിനെ മാറ്റിയിട്ട് കുഴ മറിഞ്ഞ കാലത്തേക്ക് മാറുകയാണ്. അപ്പം നോക്കിക്കോ, അപ്പോൾ ഒരു കലാശം എടുത്തിട്ട് നമ്മൾ ഇടക്കലാശം പറഞ്ഞെടുത്തിട്ട് നമ്മൾ കുഴ മറിഞ്ഞ കാലത്തേക്ക് മാറുകയാണ്. കലാശം കുഴമറിഞ്ഞ് ഇങ്ങനെ കുഴമറിഞ്ഞ കാലത്തിൻ്റെ ആ താളവട്ടങ്ങൾ ഇങ്ങനെ കൊട്ടും. അതിലും ഇതേപോലെ തന്നെ കലാശങ്ങളുണ്ട്. ആ കലാശം നോക്കുമ്പോൾ ഇവിടെ ഇതേ സ്ഥാനത്ത് തന്നെ സ്ഥാനം മാറ്റാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ കുഴ പറഞ്ഞ കാലത്തിൽ ഇതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ നില കൊട്ടിയിട്ട് നമ്മൾ കലാശം എടുക്കുകയാണ്. ഇതേപോലെ തന്നെ അവസാനത്തെ 3 അടിയുടെ അവിടുന്ന് കൂട്ടിപ്പിടിച്ച് അങ്ങനെ 19 അടി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊട്ടും. ഒരു 20ാമത്തെ അടി അത് വീശായിട്ട് നിൽക്കും. കലാശം ഇങ്ങനെ കലാശങ്ങൾ താളോട്ടങ്ങൾ കൊട്ടും. അതിൻ്റെ ഇടയിൽ കലാശങ്ങൾ ഇട്ട് പോകും. അങ്ങനെ അത് ഒരു ദ്രുതഗതിയിലേക്ക് എത്തും ആ 4ാമത്തെ കാലം. അപ്പോൾ ആ ദ്രുതഗതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിച്ച് അതിൽ നിന്ന് കാലം മാറി 5ാമത്തേക്ക് കിടക്കുന്നു. അപ്പോൾ നോക്കിക്കോ, ആദ്യം ഒരു താളവട്ടം 4ാമത്തെ കാലം ദ്രുതഗതിയിൽ ഒരെണ്ണം കൊട്ടിയിട്ട് കാലം കയറിയ ഒരു അവസ്ഥയിൽ കൊട്ടിയിട്ട് നമ്മൾ പിന്നത്തെ താളവട്ടത്തിൻ്റെ ആദ്യത്തെ ആ 5ാമത്തെ അടിയിൽ നിന്ന് നമ്മൾ കാലം മാറി കാലം മാറും. ഇവിടെ 5ാമത്തെ കാലത്തിന്റെ നിലയ്ക്ക് മാറ്റം വന്നിട്ടുള്ളത് അക്ഷരകാലം 6 ഉള്ളൂ. 8 അക്ഷരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നില കൊട്ടുന്ന പോലെ 3ാം കാലത്തിലോ 4ാം കാലത്തിലോ ഒക്കെ കൊട്ടുന്നത് പോലെ നമുക്ക് കൊട്ടാമായിരുന്നു. പക്ഷെ ഇവിടെ 6 അക്ഷരമായതുകൊണ്ട് നമ്മൾ കൊട്ടുന്ന നിലയ്ക്ക് അത് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ സ്ഥാനങ്ങൾക്കൊന്നും മാറ്റങ്ങളില്ല. നമ്മൾ ഇപ്പോൾ തക്കിട്ട കൊട്ടേണ്ടടുത്ത് തക്കിട്ട കൊട്ടുന്നുണ്ട്. കോല് വെക്കേണ്ടടുത്ത് വക്കത്തായാലും നടുവിലായാലും കോല് വെക്കുന്നതൊക്കെ അതേപോലെ തന്നെ വെക്കുന്നുണ്ട്. ഈ 2 സ്ഥാനങ്ങളിൽ 4 പ്രാവശ്യമായിട്ട് നമ്മൾ കൊട്ടുന്നുണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ കൊട്ടുന്നുണ്ട്. അതായത് നമ്മൾ തുടങ്ങേണ്ടത് നടുവിൽ നിന്നാണ് ശരിക്കും തുടങ്ങുക. തക്കിട്ട മറിച്ച് തുടങ്ങുക. അതെ, അപ്പൊ ആ നില കൊട്ടുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ആ നില വരുന്നത്. 3ാം കാലത്തും 4ാം കാലത്തും കൊട്ടുന്ന നില പോലെയല്ല, വ്യത്യാസമുണ്ട് ചെറുതായിട്ട്. സ്ഥാനങ്ങൾ അതൊക്കെ നമ്മൾ പാലിച്ചിരിക്കുന്നു. അങ്ങനെ കൊട്ടി നമ്മൾ നില കൊട്ടിക്കൊണ്ട് താളവട്ടങ്ങൾ കൊട്ടുന്നു. ഇനി അതിൽ ഉരുളുപോലെ വരും.
അപ്പോൾ സാധാരണ എങ്ങനെയാ വെച്ചാൽ 3-ാം കാലം മുതൽക്കാണ് നമ്മൾ വേളം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 3 ഉരുളുപോലാണ് 5-ാമത്തെ കാലത്ത് എടുക്കുക. 5 ഉരുളുപോലും എടുക്കാറില്ല. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉരുളുപോൽ നോക്കിക്കോളൂ, എങ്ങനെ എടുക്കണം നോക്കുക. ഇതിൽ താളത്തിന് ഡിവിഷൻ വരുന്നില്ല. നേരിട്ട് ആ 5 അടി കഴിഞ്ഞാൽ ഒരെണ്ണം വീശും, അത്ര മാത്രമേ ഒരു ഡിവൈഡ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് മറ്റത് അങ്ങനെയല്ല. 12 അക്ഷരം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 അക്ഷരം, പിന്നത്തെ 2 അക്ഷരം, പിന്നത്തെ 2 അക്ഷരം, പിന്നത്തെ 4 അക്ഷരം, ഇങ്ങനെയായിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 5-ാമത്തെ കാലത്തിലാവുമ്പോൾ ആകെ കൂടി 6 അക്ഷരം ഉള്ളത് കൊണ്ട് ആ 5 അടിയെ നേരിട്ട് പിടിച്ച് ഒരെണ്ണം വീശായിട്ട് അങ്ങനെ ഒരു ഡിവിഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഉരുളുപോലെ എടുക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ നിന്ന് തന്നെ എടുത്തു പോകണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ അത് ഉരുളുപോലെ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നോക്കിയുള്ളൂ. അല്ലാണ്ട് താളവട്ടത്തിൻ്റെ പകുതിയിൽ നിന്നും ഉരുളുപോലെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നോക്കിയുള്ളൂ. ഉരുളുപോലെ അപ്പൊ നമ്മള് ഈ ഉരുളുപോലെ എടുക്കുമ്പോ എങ്ങനെ എവിടുന്ന് നമ്മൾ കലാശെടുക്കും എന്നുള്ളതിന് ഒരു ചിന്ത വരുന്നുണ്ട്. അപ്പൊ ഈ താളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, മനസ്സിലായോ? അപ്പൊ ഈ താളത്തിന്റെ 14-ാമത്തെ അടിയിൽ നിന്ന് നമ്മൾ ഉരുളുപോലെ എടുക്കും. അത് 14-ാമത്തെ അടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 14 അക്ഷരത്തിനെ നമ്മൾ മനസ്സിൽ കണക്കാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് ചെറിയ അതായത് നമുക്ക് ചിലപ്പോൾ പിഴവുകൾ സംഭവിച്ചേക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനൊരു എളുപ്പമാർഗമുണ്ട്. എന്തും വലിയ സംഗതിയെ നമുക്ക് കഷ്ണാക്കി മുറിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വേഗം അത് യോജിപ്പിച്ച് എടുത്ത് വേണ്ട. പിന്നെ അപ്പം ഈ താളത്തിൻ്റെ ഈ കഷ്ണം എങ്ങനെയാണ് വരിക നോക്കുക. ഞാനത് അതൊരു എളുപ്പ മാർഗത്തിൽ കൂടിയാണ് ഇപ്പം പറഞ്ഞത്. നമ്മൾ ഉരുളുപോലെ എടുക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. 1, 2, 3, 4. 1, 2, 3, 4. 1, 2. അപ്പൊ 4 × 3 1 × 2 ഇങ്ങനെ താളത്തിനെ മനസ്സിൽ കണക്കാക്കി കൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പ്രശ്നമില്ലാണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ അതും ഞാൻ നേരത്തെ ഞാൻ പറയാറുണ്ട്, നമ്മളുടെ താളക്രമത്തിന്റെ കണക്കുകളൊക്കെ 4ന്റെ കണക്കുകളാണ്. അപ്പൊ നമുക്ക് കണക്കാക്കി എടുക്കാൻ ബുദ്ധിമുട്ടില്ല. ശരിക്കും പറയാം, എണ്ണാനും നമുക്ക് മനസ്സിൽ എണ്ണാനും നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ടായി. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 14 അക്ഷരം 14-ാമത്തെ അക്ഷരത്തിൽ നിന്നും നമ്മൾ കലാശം എടുക്കുക എന്ന് പറയുന്നത് ഈ 3, 4, 12 കഴിഞ്ഞാൽ പിന്നെ 2-ാമത്തെ അക്ഷരത്തിൽ നിന്ന് നമ്മൾ കലാശം എടുത്താൽ മതി. അപ്പൊ എളുപ്പമായി. അപ്പൊ അങ്ങനെയാണ് ഈ ഉരുളുകളിന്റെ നമ്മൾ കണക്കാക്കി എടുക്കാറ്. എപ്പോഴും അതൊരു എളുപ്പ മാർഗമാണ് ശരിക്കും പറയാം. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമുക്കൊന്നും താളം തന്നെ എണ്ണണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് ഈ 4ന്റെ കണക്ക് നമ്മുടെ കയ്യിൽ അത് മനസ്സിലങ്ങോട്ട് രജിസ്റ്റർ ആയിക്കോളും കുറച്ച് കഴിഞ്ഞാൽ. അത് എത്ര കാലം കയറിയിട്ടുള്ളൊരവസ്ഥയായാലും നമുക്ക് പ്രശ്നമേ അല്ലാതെ. ഇങ്ങനെയാണ് ഉരുളുകളുടെ കലാശം നമ്മൾ മനസ്സിൽ കണക്കാക്കിയിട്ട് എടുക്കുക.
അപ്പൊ ഒരു സംശയം, അപ്പൊ മറ്റേ 2 ചമ്പട അല്ല ഇപ്പൊ അത്? ഇതിൽ 2 ചമ്പട അല്ല അല്ലേ? അങ്ങനെ ഇത് 6 അക്ഷരമല്ലേ വരുന്നുള്ളൂ. ശരിക്കും അക്ഷരകാലം എന്നുള്ളത് 5ാമത്തെ കാലത്തിന്റെ അക്ഷരകാലം എന്നുള്ളത് 6 അക്ഷരമല്ലേ വരുന്നുള്ളൂ. അങ്ങനെ അത് പോയി. അപ്പൊ അങ്ങനെ ഉള്ളവര് അങ്ങനെ എടുത്തു പോകും. ഇനി അതിന്റെ ഇടക്കലാശം സമയത്ത്